ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ സബാന യഹ്യ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം പാലക്കാട് മറൈൻ വേൾഡിലേക്കാണ്. നമുക്കതിൻ്റെ ഉള്ളത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. എന്താ പറയുക, കാണുമ്പോൾ തന്നെ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ അനിമൽസിൻ്റെ ഡെമോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ നാച്ചുറൽ സൗണ്ട്, ഒറിജിനൽ സൗണ്ട് പോലെ എല്ലാം സെറ്റാക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ചെറിയ ആളിങ്ങനെ കൈ ചൂണ്ടിയിട്ട് അത് കൊണ്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. മാഷാ അല്ലാ, ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഇങ്ങനെ ഈ അനിമൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല, വെറും ഫിഷസ് മാത്രമായിരുന്നു. ഇപ്രാവശ്യം ഈ അനിമൽസ് എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് അതേപോലെ ഫോട്ടോ എടുക്കാനായിക്കോട്ടെ. അവിടെ ഇപ്പോൾ ഈ മറൈൻ വേൾഡിൽ ഇപ്പോൾ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് ഈ ഫിഷ് ഞാൻ ഒരിക്കൽ കണ്ടത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അത് അത്ര ഇതായി തോന്നിയില്ല. അപ്പോൾ ഈ അനിമൽസിന് എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു. മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മെഹനു ഒന്ന് ചെറുതായിട്ട് സീബ്രനെ കണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ തലയൊന്നും ഇങ്ങനെ ആക്കിയപ്പോൾ അത് പേടിച്ച ആൾ. പിന്നെ വേറെ എല്ലാം കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും. പിന്നെ ഞാൻ എന്താ വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ അനിമൽസിൻ്റെ സൗണ്ടും അതുപോലെ അവരുടെ പാട്ടിൻ്റെ ഒക്കെ നല്ലൊരു സൗണ്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ ഫിഷ്, മെയിൻ സാധനമാണല്ലോ ഫിഷ്, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മേഫ് കണ്ടത്, അവൾക്ക് ഇത് ഫസ്റ്റ് ടൈം അല്ല അവളും കാണുന്നത്. പക്ഷെ അവൾക്ക് ഓർമ്മ ഉണ്ടാവും തോന്നിയില്ല. എന്നാലും മേനൊക്കെ നല്ല ഓർമ്മ ഉണ്ട്. ഫസ്റ്റ് മൂത്ത ആൾക്ക് നല്ല ഓർമ്മ ഉണ്ട്. അവൾ അന്ന് കണ്ടതല്ലമ്മ ഫിഷ് അങ്ങനെ ഇങ്ങനെ വേണ്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും രണ്ട് മക്കളും ഹാപ്പിയാണ്. പിന്നെ എൻ്റെ ഉമ്മ ഞങ്ങളെല്ലാവരും കൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ അപ്പുറത്ത് നോക്കിയപ്പോൾ ഒരാൾ, മത്സ്യകന്യകനല്ല മത്സ്യകന്യകയല്ല കേട്ടോ, അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ ഈ ഉള്ളിലേക്ക് ഇങ്ങനെ പോയപ്പോൾ എന്താ പറയുക, നല്ല കുഞ്ഞു കളേഴ്സായിട്ടുള്ള ഫിഷസൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞതായതുകൊണ്ട് കുട്ടികൾക്ക് നല്ല പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, മെഹനൂനെ നിർത്തി കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കിടക്കുന്ന വലിയ നമ്മുടെ പാമ്പ് മീനോ എന്താ പറയുക, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഈ ഫിഷസിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അറിയാവുന്നതുപോലെ പറയാതാ നമ്മുടെ മത്സ്യകന്യകനടുത്തത്. കന്യകന്മാർ മാത്രമല്ല കന്യകന്മാരുണ്ട്. അപ്പോൾ അതും കൂടി കാണാൻ ആരും മറക്കരുത്. പിന്നെ അടുത്തത് നമ്മുടെ സ്വന്തം മത്സ്യകന്യക. അടുത്ത വീഡിയോസായി വരുന്നത് വരെ